എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോഷിത. ഇന്നത്തെ വിഷയം നമുക്ക് നാച്ചുറലി എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാം എന്നുള്ളതാണ്. പലരും പലപ്പോഴും സപ്ലിമെൻസും മരുന്നുകളും ഒക്കെ കഴിച്ചിട്ട്, ഫോളിക് ആസിഡ്, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് പോലും ഹീമോഗ്ലോബിൻ 10 താഴെ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി ആണ്. ഇപ്പോൾ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കും, എന്താണ് ജീവിതശൈലിയും ഇതും അയണും തമ്മിലുള്ള ബന്ധം? നമ്മുടെ ശരീരത്തിൽ അയണിന്റെ ആഗിരണം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആമാശയം, ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഇത് സ്ട്രോങ് ആവാതിരിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ത്രീകളിലും എനീമിയ എന്നൊരവസ്ഥ, അതായത് ലോ ഹീമോഗ്ലോബിൻ കാണുന്നുണ്ട്, അയൺ ലെവൽസ് കുറവായിട്ട് കാണുന്നുണ്ട്, ഫെറിറ്റിൻ ലെവൽസ് കുറവായിട്ട് കാണുന്നുണ്ട്. ഇതുമൂലം അവർക്ക് ക്ഷീണം, മറ്റ് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം 1949 തന്നെ അനീമിയ കൺട്രോളിന് വേണ്ടിയിട്ട് കുറേ പോളിസീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അയൺ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു അനീമിയ എന്നൊരവസ്ഥയെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ചെറിയ ഭക്ഷണക്രമത്തിൽ, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ പറ്റും. നമ്മുടെ ക്ലിനിക്കിൽ ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ 10 താഴെയും ഹീമോഗ്ലോബിൻ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ഇതേപോലെ തന്നെ നല്ല ചിട്ടയായ ജീവിതശൈലി പറഞ്ഞു കൊടുത്ത്, അതോടൊപ്പം തന്നെ എന്തൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞ് 10 ദിവസത്തിൽ തന്നെ അവരുടെ ഹീമോഗ്ലോബിൻ കൂടുന്നത് കാണുന്നുണ്ട്. അപ്പം അതെങ്ങനെ കൂടുന്നു എന്നുള്ള ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ കൂട്ടാനുള്ള റെസിപ്പീസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും അതൊന്ന് കാണണം, വീഡിയോസ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം ഈ ഭക്ഷണങ്ങളും അതോടെ ഒപ്പം ചേർക്കുക. അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട, ജീവിതശൈലിയിൽ മാറ്റേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ആദ്യം നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അപ്പം നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നല്ല കാറ്റ് അല്ലെങ്കിൽ വെൽ വെന്റിലേറ്റഡ് മുറിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ കൊതുക് ശല്യം ഉണ്ടെങ്കിൽ കൊതുക് വരാത്ത രീതിയിൽ നിങ്ങൾക്കിപ്പം ഇത് കർട്ടനൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് നല്ല ഇരുട്ടുള്ള മുറിയിൽ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ത്രീകളിൽ ഉള്ള ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ആവുള്ളൂ. നമ്മുടെ ഇവിടെ PCOD ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഇതാണ് ആദ്യം പ്രധാനമായിട്ടും മാറ്റാം, ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ മാറ്റാൻ പറയുന്ന ഒരു കാര്യം. നേരത്തെ ഉറങ്ങുക. അത് നല്ല ഇരുട്ടുള്ള മുറിയിൽ, വായുസഞ്ചാരമുള്ള മുറിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പറയാറ്. എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക. അപ്പം നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. അപ്പോൾ ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി എന്തൊക്കെ കഴിക്കണം, എന്ത് കഴിച്ചാലാണ് നമുക്ക് രാവിലെ നേരത്തെ ഉണർവോടെ എഴുന്നേൽക്കാൻ പറ്റുക? അപ്പോൾ രാത്രി നമ്മൾ ഈ ഉറങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസ് ചിലവർ ലേറ്റായിട്ട് വീട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്, 9 മണിക്കൊക്കെ വീട്ടിലെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും, ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കുക. അപ്പോൾ എന്ത് കഴിക്കണം? ഫ്രൂട്ട്സ്. ലേറ്റ് 9 മണിക്ക് ശേഷം വരുന്നവരൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ സലാഡ്, വെജിറ്റബിൾ സൂപ്പ്, ഇതുപോലെ വളരെ ലൈറ്റായിട്ട് കഴിക്കുക. പുറത്തുനിന്ന് പിസ്സ, ബർഗർ അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതും ബ്രെഡ് എന്നൊന്നും രാത്രി കഴിക്കാതിരിക്കുക. അപ്പം നേരത്തെ ഡിന്നർ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കുറേ ചെറുധാന്യങ്ങളുടെ റെസിപ്പീസ് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ചെറുധാന്യം വളരെ നല്ലതാണ്. ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഒന്നാണ് ചെറുധാന്യം, മില്ലറ്റ്സ്. അപ്പം മില്ലറ്റ്സിൽ നമുക്ക് ലിറ്റിൽ മില്ലറ്റ്, കോഡോ മില്ലറ്റ്, പിന്നെ ബാണിയാഡ് മില്ലറ്റ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല മില്ലറ്റ് ചെറുധാന്യങ്ങളിൽ. അതോടൊപ്പം ഇപ്പം മില്ലറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ കഞ്ഞി നമുക്ക് നല്ല പച്ചരിയുടെ തവിടുള്ള കഞ്ഞി വെച്ച് കഴിക്കാം. അപ്പം നമുക്ക് തവിടുള്ള പച്ചരി ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് അയൺ കണ്ടന്റ് ഉണ്ടാവും, അതിൽ വൈറ്റമിൻ B12 ഉണ്ടാവും. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു സപ്ലിമെൻറ്റ്സോ മരുന്നുകളോ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിനൊക്കെ നോർമലായിരുന്നു, വൈറ്റമിൻ B12 കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഈ തവിടുള്ള പച്ചരിയുടെ കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ B12 ലെവൽസും കൂടി. അപ്പോൾ നമ്മൾ കഞ്ഞിയും ഓലനും, അതായത് നമുക്ക് കുമ്പളങ്ങ വെച്ചുണ്ടാക്കാം, പടവലങ്ങ വെച്ചുണ്ടാക്കാം. ഇതുപോലെ വെള്ളം നിറഞ്ഞ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കഞ്ഞികൾ കഴിക്കാം. ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. രാത്രി ഈ ചൂട് കാലങ്ങളിൽ ചപ്പാത്തി കഴിക്കാതിരിക്കുക.
നമുക്ക് ഫ്രൂട്ട് സലാഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ ഫ്രൂട്ട് സലാഡ് കഴിക്കാം, വെജിറ്റബിൾ സലാഡ് അത് വെജിറ്റബിൾ സലാഡ്സ് കഴിക്കാം. ഇതിൻ്റെ ഒക്കെ റെസിപ്പീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ രാത്രി നേരത്തെ ഉറങ്ങുക, നേരത്തെ ഡിന്നർ കഴിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉണർവോടെ രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ യോഗ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റതിന് ശേഷം ഉടനെ തന്നെ ചായ കുടിക്കരുത്. കാരണം ചായ ആയാലും കോഫി ആയാലും നമ്മളെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയ്ക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ ചായയിലും കാപ്പിയിലുമുള്ള പോളിഫിനോൾ നമ്മുടെ ശരീരത്തിൽ അയേണിൻ്റെ ആകിരണത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ അയൺ കൂടാൻ വേണ്ടിയിട്ട്, ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ട് ഉള്ള സമയങ്ങളിൽ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ കുടിക്കാതിരിക്കുക. അപ്പോൾ ചായക്ക് പകരം എന്ത് കുടിക്കാം? ചായക്ക് പകരം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാം. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പം ഇഞ്ചി വെറുതെ ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഇഞ്ചി വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ജീരക വെള്ളം കുടിക്കാം. ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കുക രാവിലെ എഴുന്നേറ്റാലുടനെ. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ഡയബറ്റിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. ഏറ്റവും നല്ലത് നമ്മുടെ മാതളം, ഉറുമാമ്പഴം, അല്ലെങ്കിൽ പൊമോഗ്രാനറ്റ്, ഇതൊക്കെയാണ് വളരെ നല്ലത്. പൊമോഗ്രാനറ്റ്, ആപ്പിൾ, ചിക്കു, ഇതൊക്കെ നല്ല ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം അതിനുശേഷം നമ്മൾ രാവിലത്തെ ഭക്ഷണം എന്ത് കഴിക്കണം? രാവിലെ നമ്മൾ അധികം വയറ് നിറയെ കഴിക്കാതെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് വയറ് നിറയെന്ന് പറയുമ്പോൾ പൂരിയൊക്കെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാതെ നമ്മൾ ആവിയിൽ വേവിച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുട്ട്, കൊഴക്കട്ട, ഇടിയപ്പം. ഇതോടൊപ്പം തന്നെ നിങ്ങൾ പൾസസ് കഴിക്കുക. അതായത് ചെറുപയർ, കടല, ഇതൊക്കെ കറി വെച്ചിട്ട് കഴിക്കാം. അല്ല നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റൂ പോലെ കഴിക്കാമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ റെസിപ്പിയിലോട്ട് മാറാം. എപ്പോഴും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൊമക്ക് ഫുൾ കഴിക്കരുത്. അതായത് കുറച്ച് നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം സ്ഥലം. വയറ് നിറയെ കഴിച്ച് ക്ഷീണം, ഉറക്കം വരരുത്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ കഴിക്കാം. അതിനുശേഷം നിങ്ങൾ 11 മണിക്ക് ചായ കുടിക്കാൻ പോകരുത്. ചായക്ക് പകരം ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ടോ നട്ട്സോ കഴിക്കാം. അപ്പം നട്ട്സ് നമ്മൾ അധികം കഴിക്കണമെന്നില്ല. 1-2 വെറൈറ്റീസ്. ആ വെറൈറ്റീസിൽ ഇപ്പം നിങ്ങൾ അണ്ടിപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ 2 അണ്ടിപ്പരിപ്പ്, അല്ലെ 2 ബദാം, അങ്ങനെ അതും കുതിർത്തത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. എള്ളുണ്ട കഴിക്കാം. വീട്ടിലുണ്ടാക്കിയ എള്ളുണ്ട തന്നെ കഴിക്കണേ. എങ്ങനെയാണ് എള്ളുണ്ട ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അതൊക്കെ ഒന്ന് പോയി കാണുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ഉച്ചഭക്ഷണം എങ്ങനെ കഴിക്കണം? നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അതേ അളവിൽ നിങ്ങൾ കറിയും തോരനും, ഒരു കറി തോരനും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. നമ്മൾ ചോറ് എടുക്കുന്ന അതേ അളവിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ ചോറും കുറച്ച് പച്ചക്കറിയും കഴിച്ചതുകൊണ്ട് കാര്യമില്ല. ധാരാളം പച്ചക്കറി കഴിക്കണം. അപ്പോൾ പച്ചക്കറികളിൽ ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോവക്ക ഇലയുടെ റെസിപ്പി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി കാണുക. ഇതുപോലെ നിങ്ങൾക്ക് പയറിൻ്റെ ഇലയോ മത്തൻ്റെ ഇലയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം വൈകുന്നേരം ഒരിക്കലും നമ്മൾ ചായ കുടിക്കരുത്. ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചായ കുടിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ 10 ദിവസത്തിൽ കൂടണമെന്നുണ്ടെങ്കിൽ ചായ കുടിക്കരുത്. അപ്പോൾ ചായക്ക് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ കാണും, ബീട്രൂട്ട് ജ്യൂസ് കുടിക്കൂ ഹീമോഗ്ലോബിൻ കൂട്ടാം, മുരിങ്ങയില കുടിക്കൂ ഹീമോഗ്ലോബിൻ കൂട്ടാം. അത് നമുക്ക് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അന്വേഷിക്കുക. കാരണം ചില സമയത്ത് ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പം എന്തെങ്കിലും തടസ്സം ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു പേഷ്യൻറ്റ് ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് അവർ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അവരിങ്ങനെ മുരിങ്ങയില ജ്യൂസ് കുടിക്കുമായിരുന്നു, ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുമായിരുന്നു. അപ്പം അതിനുശേഷം ഹീമോഗ്ലോബിൻ കൂടുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ്, മംഗലാപുരത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഈസോഫേഗസിൽ, അതായത് അന്നനാളത്തിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തപ്പോൾ ഹീമോഗ്ലോബിൻ കൂടി. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ കുറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ഫൈബ്രോയിഡ് മൂലം നന്നായിട്ട് ബ്ലീഡിങ് പോകുന്നത് കൊണ്ടായിരിക്കാം ഹീമോഗ്ലോബിൻ കുറയുന്നത്. അപ്പം എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടെ സഹായത്തോട് കൂടി ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മാത്രമാണ്. നമുക്ക് എല്ലാം ചെയ്തിട്ട്, എല്ലാം നിങ്ങൾക്ക്
എല്ലാം ചെയ്തിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാരണത്തെ കണ്ടെത്തി നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആ കാരണത്തെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഹീമോഗ്ലോബിൻ കൂടില്ല. അതിനുശേഷം നിങ്ങൾ രാത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ്? ബേക്കറി ഐറ്റംസ് തീർച്ചയായിട്ടും ഒഴിവാക്കണം. കാരണം ബേക്കറി ഐറ്റംസിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് ഉണ്ട്, അത് നമ്മളുടെ കോശങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയെ തകർക്കും. അപ്പം അത് ബേക്കറി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. ബേക്കറിയിൽ ബ്രെഡും ബണ്ണും ഒക്കെ വരും കേട്ടോ, ഒന്നും കഴിക്കരുത്. കാരണം അതിലൊക്കെ ബേക്കിംഗ് സോഡ ഉണ്ട്. ബേക്കിംഗ് സോഡ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ താളം തെറ്റിക്കും. പിന്നെ അച്ചാറും കഴിക്കരുത് കേട്ടോ. ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ട് വെച്ച അച്ചാറുകൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു 90% ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നതോടൊപ്പം എക്സസൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്യണം, 1 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് യോഗ ചെയ്യാം, ജിമ്മിന് പോകാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക 1 മണിക്കൂർ. പിന്നെ നല്ല പച്ചവെള്ളത്തിലൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കുറവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതൊക്കെ പിന്നെ വെയിൽ കൊള്ളണം കേട്ടോ. വൈറ്റമിൻ ഡി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിൽ കൊള്ളുക, രാവിലെ ഇളം വെയിൽ കൊള്ളുക, വൈകുന്നേരം 4:00 ശേഷമുള്ള വെയിലൊക്കെ കൊള്ളുക. അപ്പോൾ നമുക്ക് കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ടാവും. നമുക്ക് അയൺ മാത്രം കൂടിയാൽ പോരാ, അയണിൻ്റെ ആഗിരണം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റു വൈറ്റമിനുകളും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹീമോഗ്ലോബിൻ കൂടും. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. കോൺടാക്ട് നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കോൺടാക്ട് ചെയ്യുക. അപ്പം എന്താണ് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഹീമോഗ്ലോബിൻ കുറയാനുള്ള കാരണം എന്ന് കണ്ടെത്തി ചെയ്യുക. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ 30 വർഷമായി നാച്ചുറോപ്പതി ഫോളോ ചെയ്യുന്നു. ഒരു അസുഖത്തിനും ഒരു മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല. പ്രസവത്തിന് പോലും ഒരു മരുന്നുകളോ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല സുഖപ്രസവമായിരുന്നു. അതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഗർഭകാലത്ത് ഹീമോഗ്ലോബിൻ കൂട്ടാം എന്നുള്ള വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അപ്പം എന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ടീമുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നോർമൽ ഡെലിവറി ആക്കാനുള്ള, ഇപ്പോൾ സിസേറിയൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് നോർമൽ ഡെലിവറിയാണ് താല്പര്യമെങ്കിൽ നമ്മൾ അതിനും സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി കേസസ് ഉണ്ട്, സിസേറിയൻ പറഞ്ഞ് നോർമൽ ഡെലിവറി ആയ കേസസ് ഉണ്ട്. പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്തിങ് ആണ് നമ്മുടെ യോഗ ഡയറ്റ് തെറാപ്പിയിലൂടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ തലകുത്തി നിന്നിട്ടുള്ള യോഗയൊന്നുമല്ല കേട്ടോ. ഓരോ കണ്ടീഷൻസിനും വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായ യോഗാസനങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഡയറ്റ് ആയാലും നമുക്ക് സപ്ലിമെൻറ്റ്സ് മരുന്നുകളില്ല കേട്ടോ. ഭക്ഷണക്രമം തന്നെയാണ്, ഭക്ഷണക്രമത്തിലൂടെയാണ് നമ്മൾ എല്ലാ അസുഖങ്ങളും മാറ്റുന്നത്. കുറേ നാളായിട്ട് പ്രഗ്നൻ്റ് ആവാൻ ശ്രമിച്ചിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ലെങ്കിലും അതിനുമുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. 1-to-1 കൺസൾട്ടേഷൻ ഉണ്ട്, 1-to-1 യോഗ സെഷൻസ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.